ഹവായിയൻ ടീ പ്ലാന്റ്, അതിൻ്റെ ശാസ്ത്രീയ നാമം കോഡ്ലിൻ ഫ്രൂട്ടിക്കോസ എന്നാണ്. ഗുഡ് ലക്ക് പ്ലാന്റ് എന്നും പറയാറുണ്ട്. കേരളത്തിലെ കാലാവസ്ഥയിൽ വളരെ നന്നായി വളരുന്നൊരു സസ്യമാണ്. ഇതിൻ്റെ ആകർഷകമായ ഇലകളുടെ നിറം നിലനിർത്താനും ചെടി ആരോഗ്യത്തോടെ ഇരിക്കാനും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാമതായി സൂര്യപ്രകാശം, മിതമായ വെളിച്ചം. ഈ ചെടിക്ക് നല്ല വെളിച്ചം ആവശ്യമാണ്. എന്നാൽ ഉച്ച സമയത്തെ കഠിനമായ വെയിൽ നേരിട്ട് ഇലകളിലടിച്ചാൽ ഇലകൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് ഈ ഇൻസെറ്റിലുള്ള വീഡിയോ ക്ലിപ്പിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഇലകളുടെ നിറം, നല്ല നിറമുള്ള ഇലകൾ ലഭിക്കാൻ ഭാഗികമായി തണലുള്ള, അതായത് സെമി ഷെയ്ഡ് സ്ഥലമാണ് ഏറ്റവും അനുയോജ്യം. ഈ ചെടി നല്ല വെയിലത്താണ്. ഇൻഡോർ പ്ലാന്റായി വളർത്തുകയാണെങ്കിൽ ജനലിനരികിൽ വയ്ക്കുന്നതാണ് നല്ലത്. രണ്ടാമതായി നനയ്ക്കേണ്ട രീതി, ഈർപ്പം നിലനിർത്തുക. അത് മിക്കവാറും എല്ലാ ചെടികൾക്കും അങ്ങനെ തന്നെ കേട്ടോ. മണ്ണിലെ ഈർപ്പം എപ്പോഴും നിലനിർത്തണം. എന്നാൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. മുകൾ ഭാഗം ഉണങ്ങുമ്പോൾ നനയ്ക്കുക എന്നാണ് ഒരു നല്ല തത്വം. മണ്ണിൻ്റെ മുകൾ ഭാഗം 1 ഇഞ്ച് ഉണങ്ങിയതായി കാണുമ്പോൾ മാത്രം അടുത്ത തവണ നനയ്ക്കുക. പിന്നെ അതിന് വേണമെങ്കിൽ സെൻസറൊക്കെ വെച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ചില പ്രത്യേക കൃഷി രീതികളിലൊക്കെ വെള്ളം കിട്ടാൻ സാധ്യത കുറവുള്ള സ്ഥലങ്ങളിൽ പല കൃഷികൾക്കും ഇപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അതായത് അവിടെ സെൻസർ ഫിറ്റ് ചെയ്യുക, എന്നിട്ട് സെൻസറിൽ നനവ് കുറഞ്ഞതായിട്ട് കണ്ടാൽ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം വഴി വെള്ളം പമ്പ് ചെയ്യുകയല്ല ഒറ്റിച്ചു കൊടുക്കുക എന്ന് പറയുമായിരിക്കും കൂടുതൽ ശരി. പിന്നെ ശുദ്ധജലമായിരിക്കണം നനയ്ക്കണത്. ക്ലോറിൻ കലർന്ന വെള്ളം ഉപയോഗിക്കുന്ന ഇലകളുടെ അരികുകൾ കരിയുന്നതിനും കാരണമാകാറുണ്ട്. സാധിക്കുമെങ്കിൽ മഴവെള്ള ടാങ്ക് ഉണ്ടെങ്കിൽ പറ്റുമല്ലോ, ഒരു ദിവസം തുറന്ന് വെച്ച് ക്ലോറിൻ കളഞ്ഞ ടാപ്പ് വെള്ളമോ ഉപയോഗിക്കുക. കാരണം കുറച്ച് നേരം കാത്തിരിക്കുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ ആ ക്ലോറിൻ കുറച്ച് വെള്ളത്തിലെ അളവ് കുറയും. മൂന്നാമതായി മണ്ണും വളപ്രയോഗവും. മണ്ണ് വെള്ളം നന്നായി വാർന്നു പോകാൻ, അത് നേരത്തെ പറഞ്ഞതിനാണ്, പറ്റുന്ന മണ്ണായിരിക്കണം. ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ മണ്ണിൽ ചേർക്കുന്നത് നല്ലതാണ്. ഈ കളിമണ്ണിലൊന്നും വെള്ളം അങ്ങനെ വാർന്നു പോവില്ല, ഒട്ടിപ്പിടിച്ചിരിക്കും. വളം, വളർച്ചാഘട്ടത്തിൽ മാസത്തിലൊരിക്കൽ ജൈവവളങ്ങൾ നൽകുന്നത് ചെടി തഴച്ച് വളരാൻ സഹായിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ, ഈർപ്പമുള്ള അന്തരീക്ഷം നിലനിർത്തുക. ഇലകളിൽ ഇടയ്ക്കിടെ വെള്ളം സ്പ്രേ ചെയ്യുന്നത്, മിസ്റ്റിംഗ്, ചെടിക്ക് നല്ലതാണ്, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. പിന്നെ പ്രൂണിങ്, ഉണങ്ങിയതോ കേടുവന്നതോ ആയ ഇലകൾ കൃത്യസമയത്ത് മുറിച്ച് മാറ്റുക. ചെടി അധികം ഉയരത്തിൽ പോവുകയാണെങ്കിൽ മുകൾ ഭാഗം മുറിച്ച് മാറ്റി പുതിയ ശാഖകൾ ഉണ്ടാകുന്ന തരത്തിൽ, അപ്പോൾ ബുഷായിട്ട് വളരും. പിന്നെ റീപോട്ടിങ് അഥവാ മാറ്റി നടയിൽ. ചെടി ചട്ടിയിൽ തിങ്ങി നിറഞ്ഞ് വളരുകയാണെങ്കിൽ മണ്ണ് മുഴുവൻ വേരായിത്തീരുന്നൊരവസ്ഥ കാണാറുണ്ട് പലപ്പോഴും. 2 വർഷത്തിലൊരിക്കൽ വലിയ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നടാം. അതിന് പരിമിതി ഉണ്ടാവും, എത്ര കാലം അങ്ങനെ ചെയ്യും എന്നൊരു ചോദ്യം ഉണ്ടാവും. പക്ഷേ എന്നാലും ഇതൊന്നും ചെയ്യാതെയും അത്യാവശ്യം കുറേ കാലം ഈ ചെടി ചെറിയ ചെടിച്ചട്ടിയിൽ തന്നെ നിലനിൽക്കും. ഇവിടെയുള്ള ചെടികളൊക്കെ തന്നെ 10-15 കൊല്ലമൊക്കെ ആയതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ല, വളർച്ച കുറവായിരിക്കുന്നു മാത്രം. മണ്ണിൽ നടുന്ന അത്ര വളർച്ച ഉണ്ടാവില്ല. പക്ഷെ നമുക്കൊരു പൂന്തോട്ടത്തിലൊരു ഭംഗിക്ക് ചെറിയ വളർച്ചയായാലും കുഴപ്പമില്ലല്ലോ.